ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചല സഞ്ജു. അപ്പം ഇന്നൊരു പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ നീച്ചിട്ടുണ്ട്, ഒരു 5 മണി ആ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ നീച്ചു. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ കരുതിയപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു അരിയാണ് നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നത്, ഇത് ജീരകശാല അരിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ കരുതിയ ഡെസേർട്ട് നമ്മൾ മാംഗോ സാഗോനി ആയിരുന്നു കേട്ടോ. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അന്ന് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഉണ്ടാക്കാൻ കരുതിയത്. പിന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടോ ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കൽ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടോ. അതിന് നമ്മൾ ഇതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും പൊടികളൊക്കെ ഇട്ടിട്ട് നല്ല വഴറ്റിയെടുത്തു കേട്ടോ. ബിരിയാണി മസാലയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നല്ല വഴറ്റിയെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ട് നമ്മളിപ്പോൾ കുറേ നോമ്പായിട്ട് നമ്മൾ കുറേ ആയിട്ട് പകലൊന്നും കാണില്ല. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെ ഇവിടെ പുറത്തൊന്നും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾക്ക് നിറച്ച ആൾക്കാരാവുമല്ലോ പുറത്ത്. പിന്നെ ഞാൻ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോർമൽ തൈര് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത യോഗട്ടാണ്. ഇത് പുളി കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പുളി ഇല്ലയെന്ന്. പിന്നെ നമ്മളെ ചിക്കൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണമായിട്ടാണ് നമ്മളെടുത്ത് ഇതാക്കിയത്. നമുക്ക് കഴിക്കാൻ നമുക്ക് സുഖമാണല്ലോ. പിന്നെ നമ്മളെ അരി കേട്ടോ, ജീരകശാല അരിയാണ് നമ്മൾ എടുത്തിരുന്നത്. അത് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലിടണം കേട്ടോ. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് പിന്നെ നമ്മൾ കഴുകി ഒരു 15 മിനിറ്റ് നമ്മൾ ഊറ്റി വെക്കണം കേട്ടോ. നല്ല വേവില്ല അരിയാണ്. അപ്പോൾ നമ്മൾ അധികം വിസിലൊന്നും വേണ്ട ഇത് വേവിക്കാൻ. നമ്മളൊരു 2 വിസിലിനൊക്കെ നമ്മൾ അരി വെന്ത് ഇട്ടിട്ടുണ്ടോ. നല്ല വേവിൽ അരിയുണ്ട്. പിന്നെ അതിക്ക് വേണ്ട പുതിനയിലാണ്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നമ്മളിങ്ങനെ പകലിങ്ങനെ കാണുമ്പോൾ ഒരു രസം. പിന്നെ നമ്മൾ ആ ഒരു മസാലയ്ക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ചെറിയ കഷ്ണമായിട്ടാണ് ഇതാക്കിയിരുന്നത്, മുറിച്ചിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വേവണട്ട് കിടന്നിട്ട്. അപ്പം ഞാൻ തലേന്ന് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മൈലാഞ്ചി ഇടണമെന്ന് വിചാരിച്ചിട്ട് മൈലാഞ്ചി ട്യൂബ് വാങ്ങിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടുകയാണ്. എന്തെങ്കിലുമൊക്കെ നിന്നിട്ടേക്ക് എത്തിയിട്ട് പെരുന്നാളല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടുണ്ടെങ്കിൽ ഇടാതെ എത്തിയിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. പുള്ളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാതെ എത്തിങ്ങനെ. അപ്പോഴാണ് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ഇടണ്ട വേക്കൂലെന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഏസ് ഇട്ടുതരാന്നൊക്കെ കേട്ടോ. കുറേ നേരമായൊരു ഏസ് ഇടാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യണു. പക്ഷെ പറ്റണില്ല. മൈലാഞ്ചി പീച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ കേട്ടോ എന്നോട് പറയണത്. അപ്പോൾ അങ്ങനെ ഏസിടാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കൈ ഇങ്ങനെ വറക്കണമൊക്കെ ഇടാൻ വയ്ക്കണമെന്നില്ല. പക്ഷെ എന്നോട് പറയണേ ഞാൻ ഇടും എനിക്ക് വയ്ക്കും എന്നൊക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് തരികയാണ്. എന്താവും എന്തോ. ഈ ഒരു മൈലാഞ്ചി ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. എന്താണെന്നറിയില്ല. നമ്മൾ ഇവിടുന്ന് വാങ്ങിയതാണ്. ഇവിടെ നമ്മൾ നാട്ടിലത്തെ പോലത്തെ ഓർഗാനിക് എണ്ണ മറ്റേ പോലത്തെ എണ്ണ സിങ്ങോ അങ്ങനത്തെ ഒന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് മെഹന്തിയാണ് നമ്മൾ പുറത്ത് പോയപ്പോൾ കണ്ടപ്പോൾ അതിനെ വെറുതെ വാങ്ങിയതാണ്. പെരുന്നാളല്ലേ ഒരു പൂതിക്ക് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ കളർ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ സ്കെച്ച് പേനായിട്ടൊക്കെ വരയില്ലേ, ഒറിജിനൽ മൈലാഞ്ചി ആണോ എന്താണെന്നൊന്നും അറിയില്ല. സ്കെച്ച് പേനായിട്ട് വരയുന്ന പോലെ തോന്നിയത് കേട്ടോ. ഇതാണ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം കഴുകിയാലൊന്നും അങ്ങനെ പോണതുമില്ല. ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ മാർക്കറായിട്ടൊക്കെ വരച്ച പോലെ തോന്നിട്ടോ. അപ്പോൾ ഒരാൾ കുറേ നേരത്തെ സാഹചര്യത്തിന് ശേഷം ഒരു ഏസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ലൗച്ചിനൊന്നും ഇല്ല ചോദിച്ചു. അപ്പോൾ എനിക്ക് ലൗച്ചിനെ ഇട്ടുതരാൻ വേണ്ടിയിട്ടില്ല പുറപ്പാടാണ്ടത്. ലൗച്ചിനത്തിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ട് വേറെ എന്തോ ഒരു ഷേപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നോട് പറയും ഇങ്ങനെ തന്നെയാണ് ഇടുക, ഇങ്ങനെ തന്നെയാണ് ഇടുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കൈ കേടൊന്നുമല്ല, അതൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളെ പണികളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ തിരുമ്പാല്ലതൊക്കെ തിരുമ്പിയതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ നമുക്ക് നേരത്തെ പണികളൊക്കെ കഴിച്ചാൽ നമുക്കിന് വെറുതെ ഇരിക്കാമല്ലോ. പിന്നെ ഞാൻ കുളിച്ചൊക്കെ സെറ്റായി വന്നു കേട്ടോ. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ റെഡിയാക്കി ഞാൻ സെറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി. രാവിലെ നമ്മളൊന്ന് ഉറങ്ങി നീച്ചിട്ടുണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഒരു 11 മണിക്ക് 12 മണിക്ക് ആ ടൈമായപ്പോൾ നമ്മൾ നീച്ചിട്ട് ഫുഡ് കഴിക്കാൻ. നമ്മൾ ഉണ്ടാക്കിയത് പുഡിങ്ങും പിന്നെ ബിരിയാണി, നമ്മളെ തൈരും അച്ചാറും പപ്പടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് നമ്മൾ പപ്പടം പൊരിക്കലുണ്ട് കേട്ടോ. ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എനിക്കിഷ്ടമാണ് ബിരിയാണിക്ക് ഇങ്ങനെ പപ്പടം കൂട്ടി തിന്നുമ്പോൾ രസമാണ് കേട്ടോ. പിന്നെ നമ്മളെ പുഡിങ് നമ്മൾ ആ മാംഗോ സാഗും തന്നെയായിട്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലുണ്ട് കേട്ടോ, വേണ്ടവർക്ക് പോയി കാണാം. നല്ല രസമായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ അത് തന്നെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്.
അപ്പോഴാണ് ഞാൻ എൻ്റെ മൈലാഞ്ചി നോക്കുന്നത്. മൈലാഞ്ചിയൊക്കെ ഫുൾ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് കളർ ആയിക്കണം. പക്ഷെ എനിക്ക് ഈ കളർ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെടും ഈ ഒരു കളറ്. അപ്പോൾ ഞാൻ ഉള്ളിൽ മൈലാഞ്ചി ഇടാൻ ശ്രമിച്ചിരുന്നു, അതും കൊളായി. പക്ഷെ അത് കളയാനും പറ്റാത്തൊരവസ്ഥയായി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടവും ബിരിയാണിയും തൈരും അച്ചാറൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ ബിരിയാണി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ റെഡി ആവായിരുന്നുണ്ടായില്ല കേട്ടോ. രസം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും കൂടി അങ്ങനെ വെച്ചതാണ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല ബിരിയാണി. നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ മാംഗോ സാഗ് നമ്മളെ ഫാമിലിയിലായിട്ട് ഒരു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോകാൻ കരുതിയിട്ട് ഫുള്ള് മാറ്റിയിട്ട് സെറ്റായി വന്നു കേട്ടോ. നമ്മളിങ്ങനെ ജിദ്ദയിൽ പോകാൻ കരുതിയിട്ട് നമുക്കൊരു ആളെ കൊണ്ടുവരാൻ പോകാണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞാനും കൂടെ പോയി അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴും നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും പെരുന്നാളൊന്നും ഇല്ല ഇവിടെ കേട്ടോ. ഇവിടെ ആരും പുറത്തൊന്നും ഇറങ്ങില്ല പെരുന്നാൾക്ക്. എല്ലാവരും റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കല അത്രേ. അപ്പോൾ എനിക്കൊരു അത്ഭുതം കേട്ടോ, പെരുന്നാളായിട്ട് പോലും ഇങ്ങനെയാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്, നാട്ടിലത്തെ പോലെ ഒന്നും അല്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ മുന്നിലിങ്ങനെ നടന്ന് ഞാൻ ബാക്കിലിങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കട കാറ് കുറച്ച് ദൂരത്തായിട്ട് നിർത്തിയിട്ടിരിക്കണം. അപ്പോൾ കുറച്ച് നടക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ കാറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കാറ്. അപ്പം നമ്മൾ കാറിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ എത്തിട്ടോ. അപ്പം നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. എത്രയോ 4 മണി ആ ഒരു ടൈമിലാണ് എയർപോർട്ടിൽ ഇറങ്ങുക പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ എത്തണം. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. ഒരാളോട് വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ തല അങ്ങോട്ട് ശരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പോവുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ നല്ല പൊടിക്കാറ്റ് കേട്ടോ. ഒരു മൂടിയ പോലത്തെ ഒരു കാലാവസ്ഥ. പൊടിക്കാറ്റാണോ ഇനി മഴക്കാറ് മൂടിയതാണെന്ന് അറിയില്ല കേട്ടോ. നല്ലൊരു ആകെ കൂടെ ഒരു മൂടിയ പോലെ കേട്ടോ. പുറത്തൊന്നും ആരുമില്ല, നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല. പെരുന്നാൾക്ക് ഇവിടെ ആരും പുറത്തൊന്നും കാണില്ല, എന്താണെന്നറിയില്ല. അപ്പം നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കണ്ണുറക്കാൻ വയ്ക്കുള്ള വെയിലടിച്ചിട്ട് എന്നിട്ട് കണ്ണടൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അപ്പം എന്നോട് കണ്ണട വെച്ചിട്ട് വീഡിയോ എടുക്കുക പറയട്ടെ എന്നോട്. അപ്പം അങ്ങനെ എടുത്ത് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ, 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ജിദ്ദയ്ക്ക് മക്കത്തുനിന്ന്. അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഓരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നമുക്കറിയില്ല. ഇതൊരു വലിയൊരു എയർപോർട്ടാണ്. ഇതിൽ പല ഭാഗങ്ങളും ഉണ്ട്. ഓരോരുത്തർ ഓരോ സ്ഥലത്തൊക്കെ വരിക. അപ്പോൾ നമ്മൾ ഓരോട് ലൊക്കേഷൻ വിട്ടുതരാൻ പറഞ്ഞിരിക്കുകയാണ് ഓരോ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. കുറേ നേരം കറങ്ങിട്ടോ. അങ്ങോട്ടാണോ ലൊക്കേഷൻ കിട്ടിയത് എന്താണെന്ന് അറിയില്ല. ഇനി ലൊക്കേഷൻ്റെ എന്ത് പ്രശ്നമാണോന്നും അറിയില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ കറങ്ങിട്ടോ. ഒരു 1/2 മണിക്കൂർ നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ കറങ്ങിട്ടോ നമുക്ക് റൂട്ട് അറിയാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഒരേ നോക്കിങ്ങാണ്ട്. ഈ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണെന്നൊക്കെ കേട്ടോ പറഞ്ഞത്, അറിയില്ല നമുക്ക്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഉണ്ട് വലിപ്പം കാണാൻ. നമുക്ക് എവിടെ എന്താ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. ഒക്കെ ഒരേപോലെ തോന്നണത് എനിക്ക്. ഈ ഒരു എയർപോർട്ടിലേക്ക് ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ എത്ര വട്ടം വന്നാലും ഇവിടെ നിന്ന് വഴി തെറ്റും കേട്ടോ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു A2 B1 ഒക്കെ ഉണ്ട്. അതിൽ ഒരു C2 ആ ഒരു ഇവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇതിൽ നേരെ മുകളിലിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ചോക്ലേറ്റിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. അവർക്ക് എന്തൊക്കെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചോക്ലേറ്റുകളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഓരിപ്പോൾ വേറെ ഏതൊരു സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ജിദ്ദയ്ക്ക് വന്നത്. അപ്പോൾ ഒരു നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് സാധനങ്ങൾ വാങ്ങാണ്ട് തരാം. അപ്പോൾ അതിനങ്ങനെ വന്നതാണ് ചോക്ലേറ്റ് ഷോപ്പിക്ക്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് ഇട്ട് എനിക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണ് ഈ ചോക്ലേറ്റ് എനിക്കിഷ്ടമാണ്, ടബ്ലറോൺ എനിക്കിഷ്ടമാണ്, ഇത് വാങ്ങണം നാട്ടിൽ പോകുമ്പോൾ എന്നൊക്കെ അങ്ങനെ പറയാം കേട്ടോ. ബ്രേക്ക് എനിക്കിഷ്ടമാണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ട്രിക്സ് എല്ലാതും എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ടായികളായിട്ടുണ്ട്. ഫേവറേറ്റ് സ്ഥലമാണ് ചോക്ലേറ്റ് ഷോപ്പ്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞാൻ കുറച്ച് സാധനം വാങ്ങിയിട്ട് ചോക്ലേറ്റും ഈത്തപ്പഴം എന്തൊക്കെ വാങ്ങിയിരുന്നു. അപ്പം നമ്മളത് ബില്ലാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ.
ഓരോരോതും ബില്ലാക്കി ഇങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്കിനി മക്കത്തേക്ക് എത്തണം. ഈ ഒരു മുട്ടായി ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വേഫർ പോലത്തെ മുട്ടായി കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പ്രതീക്ഷിക്കാതെ വാങ്ങിയൊരു സാധനമാണ് കേട്ടോ, ഒരു ഡ്രൈഡ് വെജിറ്റബിൾ ചിപ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ബില്ലൊക്കെ ആക്കി കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മുട്ടായി തന്നിരുന്നു കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ, ഫുള്ളിങ്ങനെ മൂടിങ്ങാണ്ട് നല്ല പൊടിക്കാറ്റുണ്ടെന്ന് എന്താണെന്നറിയില്ല, നല്ല മണൽ കാറ്റൊക്കെ ഉണ്ട്. റോട്ടിൽ കൂടി നമുക്ക് ആകെ കൂടെ ഒരു മൂടിയ പോലെ ഒരു അവസ്ഥ കേട്ടോ. നമ്മൾ കാറ് ഓപ്പോസിറ്റ് സൈഡിലാണ് നിർത്തിക്കണം. അപ്പം നമ്മൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ പറഞ്ഞു ഇവിടെ നിൽക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം. പെരുന്നാളായിട്ട് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ കാറിക്ക് എത്തിയിട്ടോ. കാറിക്ക് എത്തിയപ്പോൾ നമ്മൾ ഒരു തന്നാ മുട്ടായി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷെ വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ മുട്ടായി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ബില്ലാക്കിയിട്ട് വരുന്നുള്ളൂ. അപ്പം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ വെയിറ്റ് ചെയ്ത് കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളെ ചിപ്സൊന്നും തിന്നോക്കിയല്ലേ, നമ്മൾ തിന്നാത്ത സാധനമല്ലേ അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്തോ ബീട്രൂട്ട് എന്തോ ആണ് കഴിച്ച് നോക്കിയത്. കടിക്കാൻ കുറച്ച് പണിയാണ്, പക്ഷേ കഴിക്കുമ്പോൾ നമ്മളെന്താ ചിപ്സ് ഇല്ലേ സാധാരണ നമ്മൾ നോർമൽ ചിപ്സൊക്കെ കഴിക്കണ പോലെ കേട്ടോ, ഫുൾ ക്രിസ്പിയാണ്. അതിലെന്തോ ഒരു മസാല പോലത്തെ എന്തോ ഒരു പൊടി ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലേസ് എന്ന പോലെ ഇങ്ങനെ ചിപ്സിൽ മസാല ഇട്ടൊന്നുമില്ല അതേപോലെ കേട്ടോ. അപ്പം നമ്മളെ മക്കത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മളെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നമ്മളെ റൂമിൽ നടന്നു പോവാണ്. ഓരും ഇവിടേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. മക്കത്തേക്ക് ഓരോ റിലേറ്റീവ്സ് ഉണ്ട് നമ്മളെ റൂമിൻ്റെ അവിടെ അല്ലേ. അപ്പോൾ എത്ര ഉള്ളു തന്നെ. ബൈ ഗൈസ്.